ഹായ് ഹലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്റ്റാർ ഗ്രാസ് പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ഹെമിഗ്രാഫിസ് റെപ്പൻറ്റ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്റ്റാർ ഗ്രാസ്, അതുപോലെ തന്നെ ബോർഡർ ഗ്രാസ്, അരേലിയ ഗ്രാസ് എന്നെല്ലാം വിളിക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. പല ഷേപ്പിലും ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ഗ്രാസ് കേട്ടോ. അതായത് നമുക്ക് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ചതുര ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും, നമുക്ക് ലോണായിട്ട് വളർത്താൻ പറ്റും, അതുപോലെ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ നട്ട് വെക്കാൻ പറ്റും. ഹാങ്ങിങ് പ്ലാന്റ്സിലൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പഴയ തുണി കൊണ്ടൊക്കെ ചുറ്റിയിട്ട് അതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോൾ പോലെ, ശരിക്കുള്ള പന്ത് പോലെ, നമുക്ക് ഈ ഒരു പച്ച പന്ത് പോലെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പല രീതിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, മണ്ണിലും ചട്ടിയിലും എല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ഗ്രാസ് ഇട്ട്, അതായത് ബോർഡർ ഗ്രാസ്. പേര് പോലെ തന്നെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബോർഡർ ഗ്രാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു പച്ച നല്ല ലീഫിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഫ്ലവർ കാണുന്നില്ല. ഒരു വൈറ്റ്, ഒരു സ്റ്റാർ പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു വൈറ്റ് തുമ്പപ്പൂ പോലത്തെ ഒരു വൈറ്റ് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്കിതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ എന്ത് ചെയ്യണോ, ഇടയ്ക്കൊന്ന് പ്രോണിങ് ചെയ്യണം. അതായത് ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് വെട്ടി കൊടുക്കരുത്. നമ്മളതിൻ്റെ മേലെ നിന്ന് നമ്മുടെ ഹരീലി പ്ലാന്റ്സൊക്കെ വെട്ടി മാറ്റുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണം. ഇതൊരു കഴുങ്ങിൻ്റെ ചുവട്ടിൽ കുറേ നട്ട് കൊടുത്തിട്ടോ, കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി നട്ട് കൊടുത്താണ്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇത് ഉണ്ടായി വരുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് നടന്നു പോകുന്ന വഴിയിൽ ഒരിക്കലും നമ്മൾ നട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ കാലടി ചവിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊന്നും ഈ ചെടി ഇതിപ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ പുല്ലിലൊക്കെ പോയി ഇരിക്കുകയല്ലേ, പാർക്കിലൊക്കെ പോകുമ്പോൾ. പക്ഷെ അതുപോലെ ഈ ഒരു ചെടിയിൽ പോയിട്ട് നമ്മൾ ഇരിക്കാനോ അല്ലെങ്കിൽ ഈ ചെടി നമ്മൾ ചവിട്ടാനോ പാടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നന്നായിട്ട് ഇത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുൽ തകിട് പോലെ നമുക്ക് തോന്നും. അപ്പോൾ പക്ഷെ നമ്മൾ അതിലിരിക്കാനോ നിൽക്കാനോ ഒന്നും പാടില്ല. കാരണം ഇത് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഇത് ചാഞ്ഞ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിപ്പോട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സൺലൈറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു ഷൈഡ് ലിവിങ് പ്ലാന്റ്സ് ആണ്. നല്ല തണലത്ത് വെച്ചാൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തു കൊണ്ടുവന്ന്, കട്ടിങ്സ് അല്ല, കുറച്ച് വേര് പിടിച്ചത് ഈ അടുത്ത് ഞാൻ പ്രൂണിങ് ചെയ്ത സമയത്ത്, അതായത് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുത്ത സമയത്ത് കിട്ടിയ കട്ടിങ്സൊക്കെ ഞാനൊരു വേറൊരു ചെടീൻ്റെ കൂടെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നട്ടു കൊടുക്കാൻ പോകട്ടെ. നമുക്ക് ചെറിയ പോട്ട് മുതൽ വലിയ പോട്ട് വരെ നട്ടു കൊടുക്കാം. പക്ഷേ അധികം ഹൈറ്റുള്ള പോട്ട് ഈ ഒരു ചെടിക്ക് നിർബന്ധമില്ല. കാരണം ഇതിൻ്റെ വേര് ഒരുപാട് താഴോട്ട് പോവാത്തൊരു ചെടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെറും മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ചെടി നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നടുന്ന വലിയ പോട്ടിലൊക്കെ നടുന്ന സമയത്ത് നമ്മൾ പോട്ട് മിക്സിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ നമ്മളിനി ചാണകപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും, നമ്മൾ ഒരു വളം എല്ലാ മാസവും നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിലും, നല്ലൊരു ഷൈഡിലാണെങ്കിലും നന്നായിട്ട് വെള്ളവും കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പോട്ടിൽ കാണിക്കുകയാണ്. നമ്മൾ വലിയ പോട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഷേപ്പാക്കി എടുക്കുക. ഈ ഷേപ്പാക്കി എടുക്കുന്ന ഒരു ചെറിയ ചെറിയ പീസില്ലേ, നമുക്ക് തണ്ടോട് കൂടി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ഗ്രാസ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുതോ, ഒരിക്കലും കളയരുത്. നമുക്ക് വീട്ടിൽ ഈ ഒരു ചെടി മാത്രം മതി കേട്ടോ. നമ്മളൊരു 10 ചട്ടിയിലാണ് ഇപ്പോൾ നട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10 ചട്ടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ ഒരു ചെടീൻ്റെ കൂടെ നമ്മൾ അൽട്ടനന്തര പ്ലാന്റ് അതും കൂടി നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അറിയാം നല്ലൊരു റെഡിഷ് കളറാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ ഒരു സ്റ്റാർ ഗ്രാസ് പ്ലാന്റ് അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിന് ഒരുപാട് വളമൊന്നും കൊടുക്കാത്തത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല.
അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെറിയ ചെറിയ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ 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 തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചെടിയെക്കുറിച്ച് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അറിയണമെങ്കിൽ, ആ വീഡിയോസ് ചെയ്യണമെങ്കിൽ എന്നോടൊന്ന് കമൻറ്റിലൂടെ പറയണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും ആ കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.